കാതുകുത്താൻ കട്ടുറുമ്പ് പവർഡ് ബൈ പോപ്പി അംബ്രല്ല. സുരു, ഞാൻ അങ്ങനൊന്നും നമ്മുടെ പാലക്കാട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ നാടെന്ന് പറയണ്ട. ഇങ്ങനെ പറഞ്ഞു വരുവാണെങ്കിൽ എന്റെ അമ്മായിമ്മയുടെ നാടും നമ്മുടെ പാലക്കാടായിട്ടൊക്കെ വരും. അതൊന്നും മിണ്ടണ്ട കേട്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ പച്ചപ്പും എല്ലാമായിട്ട് എനിക്ക് ഇവിടെ തന്നെ അങ്ങ് കൂടിയല്ലോ ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗെയിം ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ വൺസ് അഗൈൻ വെൽക്കം ടു കാതുകുത്താൻ കട്ടുറുമ്പ് പവർഡ് ബൈ പോപ്പി അംബ്രല്ല. അപ്പൊ സൂരു, നമ്മുടെ ഷോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ ഗസ്റ്റിനെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. നമ്മുടെ ഗസ്റ്റ് ഇല്ലാതെ നമുക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഭയങ്കര ഗായകനാണ്. ഗായകനാണ്. അദ്ദേഹത്തിന്റെ സ്വരം കേട്ടാലേ നമ്മുടെ നാടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കാതോർത്തിരിക്കും. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? സ്വാഗതം ചെയ്യാം സൗണ്ട് തോമ. ഞാൻ ചായക്കടയിലും കാത്തിരുന്ന് മുഷിഞ്ഞു. അതെ, കൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം. തമ്മിലും പ്രേമം വന്ന് ഈ നാട്ടിൽ അറിയാത്ത ഒരാള് മാത്രമേ ഉള്ളൂ, അത് കൊഞ്ച. ബാക്കിയുള്ളവർക്ക് മുഴുവനും തമ്മിൽ പ്രേമെന്ന് അറിയാം. നാട്ടിലെങ്കും പാട്ടായി. എനിക്കിനി വേറെ ഒരു പെണ്ണിനെയും കിട്ടൂല. അതുകൊണ്ട് കൊഞ്ചെന്നെ പ്രേമിക്കാൻ പറ്റൂ. എന്റെ സൗണ്ട് ഇങ്ങനെയായത് ഞാൻ ജനിക്കണതിന് ജലദോഷം വന്നോണ്ടാ. കോൾഡ് സത്യം. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാ ഒരു മിന്നി കേണ്ടണ്ട് പോയാ മതി. എന്റെ അപ്പൻ അമ്മയുടെ അടുത്തിരുന്ന് മൂക്കി പൊതി വലിച്ചതാ. അനുഭവിച്ചാരാ? ഞാൻ ഗർഭപാത്രത്തിൽ കിടന്ന് തുമ്മി മൂക്ക് പോയി ഗർഭപാത്രത്തിന്റെ ഭിത്തിയിലിരിച്ച് ഇങ്ങനെ ആയതാ. നമുക്ക് മൂക്ക് കൈകൊണ്ട് പിഴിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെ കിടങ്ങല്ലേ. ഹലോ, അങ്ങനൊന്നും എന്നെ കണ്ടിട്ട് അങ്ങനെയൊക്കെ പ്രേമിക്കുന്ന വ്യക്തി ഞാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ പ്രേമിക്കത്തില്ല. വേണമെങ്കിൽ ഇവിടെ നടത്തുന്ന മത്സരമൊക്കെ കളിച്ച് ജയിച്ച് വിജയിച്ചാൽ വേണമെങ്കിൽ ഒരു കൈ നോക്കാം. അപ്പൊ എന്തായാലും മത്സരിക്കാൻ അഫ്കോഴ്സ് നമുക്ക് ഒരു ടീം കൂടെ ആവശ്യമുണ്ട്. ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പെൺകുട്ടികളുടെ എല്ലാം ഹരമായ ആ ഒരു മഹത് വ്യക്തിയെ. ഇങ്ങോട്ട് വിളിക്കട്ടെ, അമരത്തിലെ രാഘവൻ. പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരകവേള തന്നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എന്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു മിനയഴകാമെന്നഴകേ നിന്നിലെ നീർമണി കുളിരിൽ തൂവരുതേ. കരളേ നീ എന്റെ കിനാവിൽ പൊഴിക്കരുതേ. നമ്മളൊരുമിച്ചിട്ട് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു, ഓർക്കണുണ്ടോ ആവോ? ജയിച്ച ഗുരുവായൂരൊരു പാൽപ്പായസവും അമ്പലത്തിന് ചുറ്റും 3 ശയനപ്രദക്ഷിണവും. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. നടവഴി അപ്പടി മണലാണ്, മുട്ടും വരെ തൊലി കുറച്ചു പോയി. കരയണെന്തിനാണ്? ഞാൻ വിഷമം വല്ലതും പറഞ്ഞ? അതെ, നിങ്ങളുടെ ഈ സ്നേഹബന്ധം കണ്ടിട്ട് എനിക്കൊരു കോമ്പറ്റീഷൻ പോലും തോന്നുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ഷോ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടത്തിയേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഗെയിമിലേക്ക് പോയാലോ? ആ ഒരു ഇന്റർനാഷണൽ ഗെയിമിന്റെ പേരാണ് ഫിൽ ദ ബോട്ടിൽ. അതങ്ങനെയൊക്കെ പറയാം. ഞാൻ ഇച്ചിരി ഇന്റർനാഷണൽ അത് ഒരു ഇന്റർനാഷണൽ രീതിയിലാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്റ്റാൻഡേർഡ് രീതി ഇയാള് പോടോ. എന്താണെങ്കിലും നമ്മുടെ സാധനങ്ങളെല്ലാം വരട്ടെ. കാതുകുത്താൻ കട്ടുറുമ്പ് പവർഡ് ബൈ പോപ്പി അംബ്രല്ല. ഇന്ന് നമ്മുടെ കുരുന്നുകൾ നിൽക്കുന്നത് കരടിയംപാറയിലെ ALP സ്കൂളിലാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ കുളിക്കാൻ പോകണോ?
അല്ല എന്തേ ബക്കറ്റിൽ വെള്ളം ഇതാണ് നീ ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല. അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇതിനാണ് എഞ്ചിനീയറിംഗിൽ എവിടെ ഫിസിക്സ്? എടാ മന്ദബുദ്ധി, ഫസ്റ്റ് ഇയറിൽ ഫിസിക്സ് ഉണ്ട്. എന്തോ ഫസ്റ്റ് ഇയറിൽ ഒരു സബ്ജക്ട് ഫിസിക്സാ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിംസിന്റെ റൂൾസ് പറയാം. ഇതാണ് ഇന്റർനാഷണൽ ഗെയിം എന്ന് പറഞ്ഞത്. ഭയങ്കര ടഫുള്ള ഗെയിമാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ആ ഒരു 2 ചൊണക്കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കാം. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് എന്തായാലും സ്ത്രീ ശാക്തീകരണം നടത്തണം. 2 നല്ല പെൺകുട്ടികളെ, നല്ല ചൊണക്കുട്ടികളെയാണ് ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഈ ടീമിലേക്കും ആ ടീമിലേക്കും വേണ്ടി ഓരോരുത്തര് ഓടി വരൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ചൊണക്കുട്ടികൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ സൗണ്ട് തോമയുടെ ടീമിലെ ആ ഒരു ചൊണക്കുട്ടി ആരാ നമുക്ക് പരിചയപ്പെടാം. പേര് നിവേദ്യ ഒക്കെ നടത്താറുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, അടുത്ത ആളുടെ നീ ചോദിച്ചോ. മോളുടെ പേര് പറ. സാന്ദ്ര. നല്ലൊരു കൈയടി എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇനി ഗെയിം എന്താണെന്ന് പറയാം, കേട്ടോണം. ഭയങ്കര ഒരു ഇന്റർനാഷണൽ ഗെയിം, ഭയങ്കര ടഫ് ഗെയിമാണ്. ഈ സ്പോഞ്ച് കണ്ടല്ലോ, ഈ സാധനം നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ മുക്കണം. അപ്പൊ ഇതിനകത്ത് നിറയുമല്ലോ. അത് നിറഞ്ഞ സാധനം നമ്മളിങ്ങനെ സുരേഷ് ഗോപിയെ പോലെയൊക്കെ നടന്നു വന്നിട്ട് ഇതിനകത്ത് നിറഞ്ഞൊഴിക്കണം. സുരേഷ് ഗോപിയെ പോലെ പോകരുത്. അപ്പൊ പ്രശ്നം ഇങ്ങനെ നടക്കുമ്പോ ഈ സ്പോഞ്ച് അത് ഇവന്റെ കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഗെയിമൊക്കെ മനസ്സിലായല്ലോ. അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണോ? നീ കണ്ടിട്ടതിന് ശേഷം ഇനിയിപ്പോ ഒന്നും വരുന്നില്ലല്ലോ ദൈവങ്ങളെ. ഓക്കെ, അപ്പം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ആ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നത് അവരാണ് ജയിക്കുന്നത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? നല്ലൊരു കൈയടി. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുപ്പിയിലാണ് ഒഴിക്കുന്നത്, പുറത്താണല്ലോ ഒഴിക്കുന്നത്. ഇവര് ഒളിമ്പിക്സിൽ പോകുന്നവരാണോ എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. ഇതെന്താ റബ്ബർ പന്തോ? ഓടിക്കോ. ഇപ്പൊ മിക്കവാറും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. മനോഹരമായ ഒരു ഗെയിമാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. ഓഫ് കോഴ്സ് ജയം എന്നും എന്റെ കൂടെ മാത്രമാണ്. ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കോട പിടിക്കുന്ന കേട്ടില്ലേ? അതേ സംഭവം അറിയാമെങ്കിൽ മാത്രം മൊത്തം ഒരു 3 ഗെയിമിൽ ജയിച്ചു. ഞങ്ങൾ ഇവിടെ ജയിച്ചുകൊണ്ടേയിരിക്കാണ്. എന്നിട്ടൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങൾ ഒന്നിലും ജയിച്ചിട്ടില്ല. എന്നിട്ടും അഹങ്കാരമില്ലല്ലോ. അത് ഇച്ചിരി കൂടിയതിന്റെ നിനക്ക് ഇത്രയായിട്ട് ഇത്ര അഹങ്കാരം. ഇച്ചിരി ഉടുപ്പ് ഞങ്ങൾക്കുണ്ടോ? ഇല്ല, ഞങ്ങൾ അങ്ങനെയാണ്. ഈ പീക്കിരി സാധനം പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ജയിച്ച കുട്ടിക്ക് വേണ്ടി നല്ലൊരു കൈഡി കൊടുത്തേ. ഇത് കണ്ട് എനിക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. സംഭവം എന്താ? അവിടെ എന്റെ ടീമിലായിരുന്നു നിൽക്കേണ്ടത്. ആണല്ലേ? മാച്ചിങ് ഒക്കെ ആണല്ലേ. എന്തായാലും നമ്മുടെ മനോഹരമായ ഒരു ഗെയിമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ തോറ്റ സൂരജിനും ജയിച്ച ഞങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു മനോഹരമായ കൈയടിയും കൂടെ തന്നോളൂ. കാതുകൂത്താൻ കട്ടുറുമ്പ് പവർഡ് ബൈ പോപ്പി അംബ്രല്ലയിൽ ഇനി അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമുക്ക് ആ സുന്ദരിക്കുട്ടി ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? വിളിക്കാം. ജിൻസിക്കുട്ടി, അപ്പൊ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്?
ഞാൻ ഫോക്ക് ഡാൻസ് കളിക്കാൻ പോവാണ്. പഠിച്ചിട്ടുണ്ടോ കുറേ വർഷം? ഓക്കെ, അപ്പൊ നമ്മുടെ ജിൻസിക്കുട്ടിയുടെ ഒരു നല്ലൊരു ഫോക്ക് ഡാൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. അടിയേ കേളടിയേ തെരുക്കൂത്ത് കേളടിയേ ബലരാമകൃഷ്ണന്മാർ ദേഹം വെടിഞ്ഞതും യാദവകുലം മുച്ചൂടും നശിച്ചതും കേളടിയേ കേളടിയേ ദിന 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 ദിൻ ദിന 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 ദിൻ ദിന ദിന ദിൻ ദിന ദിന ദിൻ ദിന 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 ചൊന്നാലും മുനിമാരെ പൂർണ്ണ ഗർഭിണിയാകും ഇവളുടെ സന്തതി ആണോ പെണ്ണോ? നാളേറെ ചെന്നില്ല സാമ്പൻ പ്രസവിച്ചു അത്യുഗ്രമായൊരു ഇരുമ്പുലക്ക രാഗി പൊടിച്ചവർ ഇരുമ്പുലക്ക പൊടിയാക്കി കടലിൽ കലർത്തിയത്രേ രാഗാൻ കഴിയാതെ വന്നൊരച്ചെറുതരി കടലിൽ എറിഞ്ഞവർ തിരിച്ചു വന്നു തീരത്തു വന്നടിഞ്ഞ പൊടിയെല്ലാം എരകപ്പുല്ലായി വളർന്നു വന്നു ഇരുമ്പിൻ ചെറുതരി വിഴുങ്ങിയ ഒരു മത്സ്യം ജരയെന്ന വേടന്റെ ചുണ്ടയില മുറിച്ചപ്പോൾ കണ്ട് ഇരുമ്പെടുത്ത വേടൻ അമ്പിൻ തുമ്പിലെ മുനമ്പാക്കി ഏകനായി കൃഷ്ണൻ കാട്ടിലലയവേ ഇരയെന്നു കരുതി ജരയെന്ന വേടൻ ഇരുമ്പിൻ മുന വെച്ചോരം ചെയ്തു കണ്ണനെ ആ കഷ്ടം ഭഗവാനും മരിച്ചു വീണു പിന്നെ വാനിലേക്കുയർന്നു ലക്ഷ്മിയുമാ ஐயா அம்மா அத்தா புரிஞ்சுதா அதுக்கப்புறம் ദ്വാരകപുരിയെല്ലാം കടലിലാണ്ടു പോയി യാദവരെല്ലാം നശിച്ചു പോയി ദിംത തക്കിട്ട് തനക്ക് തക്കിട്ട് തനക്ക് തക്കിട്ട് തനക്ക് തക്കിട്ട് ദിംത 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 ആത്താടി ആത്താടി ஆத்தாடி நான் சொல்லும் கதை கேட்டாயோ இந்த சபையிலே ஒரு காரியம் சொல்ல போறேன் ആര് നിനച്ചാലും മാറ്റാനാകില്ല ഒരു കാലവും ആ വിധിയും നീനെ അത് ബ്രഹ്മൻ നിനച്ചാലും മാറ്റാനാകില്ല എന്നും അറിയണം സഭയങ്ങിനെ എന്നും അറിയണം സഭയങ്ങിനെ എന്നും അറിയണം സഭയങ്ങിനെ കാതുകുത്താൻ കട്ടുറുമ്പ് പവർഡ് ബൈ പോപ്പി അംബ്രലയിൽ നമ്മുടെ അടുത്ത ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? അപ്പൊ ഗെയിമിന്റെ പേരെന്താന്ന് കേൾക്കണ്ടേ? കേൾക്കാം. It's blasting the balloon. പ്ലാസ്റ്റിക് ബലൂൺ. പ്ലാസ്റ്റിക് ബലൂൺ അല്ല, blasting the balloon. ബലൂൺ പൊട്ടിക്കൽ. ഇന്റർനാഷണൽ ലെവലിൽ അങ്ങനെ മലയാളത്തിലൊക്കെ പറ. അതെ, ഇത് വെറും പൊട്ടിക്കലല്ല, ഇതൊരു പ്രത്യേക തരം പൊട്ടിക്കലാണ്. നിനക്ക് ഇത് മാത്രമല്ലേ അറിയത്തുള്ളൂ. നിനക്ക് ഇനി ഇപ്പൊ ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. നമ്മുടെ ആ ഗെയിം കളിക്കാനുള്ള ഉഷാറുള്ള കുട്ടികൾ വന്നതിന് ശേഷം ഞാൻ അങ്ങ് പറഞ്ഞു തന്നു. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം. കാതുകുത്താൻ കട്ടുറുമ്പ് പവർഡ് ബൈ പോപ്പി അംബ്രലയിൽ നമ്മുടെ സെക്കൻഡ് ഗെയിം ആയ ബ്ലാസ്റ്റിംഗ് ദ ബലൂൺ ആണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ രണ്ട് സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. റെഡിയാണോ രണ്ടുപേരും? അപ്പൊ ഗെയിമിന്റെ റൂൾ എന്താന്ന് പറയാം. നമ്മുടെ ക്യാപ്റ്റന്മാരുടെ ഈ 3 ബലൂൺ ഇരിക്കുന്ന കണ്ടല്ലോ. ക്യാപ്റ്റന്മാര് ഈ സാധനം ഇവിടെ വെച്ച് കൊടുക്കും. ഇവരിങ്ങനെ നടന്ന് വന്ന് ഈ ലൈനിന്റെ ഇവിടെ വരെ വരിക. കയ്യില് ഒരു സാധനം, ഒരു വടിയുണ്ട്, ഒന്ന് കാണിച്ചേ. ആ സാധനം വെച്ചിട്ട് കുത്തിപ്പൊടിക്കണം. വളരെ സിമ്പിൾ ഗെയിം അല്ലേ? സിമ്പിൾ ഗെയിമാണ്. നിന്ന് നല്ലൊരു കയ്യടി കൊടുത്ത് എന്നതാണേ. ആദ്യാന്തം മുതൽ നിങ്ങളുടെ കയ്യടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഗെയിം തുടങ്ങുന്നുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? എല്ലാവർക്കും സംഭവമൊക്കെ മനസ്സിലായല്ലോ? റെഡി ആണല്ലോ? ഇപ്പൊ സപ്പോസ് പോകുന്ന വഴിക്ക് എങ്ങാനും ബലൂൺ ഇടയ്ക്ക് വീഴുകയാണെങ്കിലും ക്യാപ്റ്റന് പോയി എടുത്തു വെക്കാം കേട്ടോ. അതിന്റെ പ്രശ്നമൊന്നുമില്ല. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൈയടി.
മത്സരമാണ് ഇപ്പൊ കഴിഞ്ഞത്. വിന്നർ ആയിരിക്കുന്നത് നമ്മുടെ സ്വന്തം രോഹിത്. നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. കാരണം നിങ്ങൾ വിചാരിക്കുന്നില്ല അത്ര ഈസി അല്ല. നമ്മുടെ കാലയിൽ ഒരു ചെറിയ സാധനം തന്നെ ഇരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇത് കാലൊക്കെ കെട്ടിവെച്ച് നടക്കാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ കാര്യമല്ല. നല്ലൊരു കൈയടി. സിമ്പിൾ ഗെയിം ഒക്കെ നിങ്ങൾ ജയിക്കും, ടൈറ്റിൽ ഞങ്ങൾ ജയിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പതിവ്. അതെ, ഒരു കാര്യം പറയട്ടെ, എന്റെ കുഞ്ഞിന് കളിക്കാൻ പറ്റാൻ ഞാൻ വേറെ കൊണ്ടുവരാം. നീ എന്തോ പണി തന്നതാണോ എനിക്ക് സംശയമുണ്ട്. നീ എന്നെ ഇടയ്ക്ക് വന്ന് നീ എന്തോ ഇങ്ങനെ കെട്ടി ഇറക്കി വെച്ച് മോളെ ഇങ്ങനല്ല കാതുകുത്താൻ കട്ടുരുമ്പ് പവർഡ് ബൈ പോപ്പി അംബ്രല്ലയിൽ നമുക്ക് 2 വിജയികളെ കിട്ടിയിട്ടുണ്ട്. ആ 2 വിജയികളെ ആദ്യം നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഇവർക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മായ മുരളീധരൻ മേഡത്തിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കട്ടുറുമ്പിന്റെ ടീം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കുറെ ഗെയിംസ് കണ്ടക്ട് ചെയ്ത് 2 വിന്നറിനെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വാക്ക്. ഫ്ലവേഴ്സ് ചാനലിന്റെ കട്ടുറുമ്പ് എന്ന പരിപാടി നമ്മുടെ കടമ്പാറ സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പം സമ്മാനം നൽകുന്നതിനായിട്ട് നമുക്ക് ഇവിടെ കട്ടുറുമ്പിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഒരു അവസരം നൽകിയ ഇവിടുത്തെ ഒരു കോർഡിനേറ്ററിനെയും കൂടെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. സുരേഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും ഒരു നല്ല വേദി ഒരുക്കുകയും നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ കുറച്ച് പെർഫോമൻസ് ഒക്കെ നടത്താനൊക്കെ കഴിഞ്ഞു. എന്താണ് 2 വാക്ക്? ഇത്രയും നല്ലൊരു വലിയൊരു പ്രോഗ്രാം, അതെ ഫ്ലവേഴ്സ് ചാനൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു പ്രോഗ്രാം, അത് ഇത്രയും ഞങ്ങളുടെ ഈ ഒരു നാട്ടിലെത്തിയതിൽ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളുന്നു. അതേപോലെ ഇവിടെ നടക്കുന്ന എല്ലാ പ്രകടന കുട്ടികൾ, ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. അതെ, ഞാനും ഇവിടുത്തെ എനർജി ആയിട്ടുള്ള എല്ലാരും കണ്ടിട്ട് നമ്മുടെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ രോഞ്ചാം എന്ന് പറയല്ലേ? ന്യൂ ജനറേഷൻ ഭാഷ അങ്ങനെയൊന്നല്ല, രോമാഞ്ചം. വേണമെങ്കിൽ അങ്ങനെയും പറയാം. എന്താണെങ്കിലും നമ്മുടെ ചോണക്കുട്ടി ഇവിടെ ഗെയിം ഒക്കെ കളിച്ച് ഞങ്ങൾ ഇവിടെ ജയിച്ചേ ഇവിടുന്ന് പോകത്തുള്ളൂ, സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് 2 വിജയികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം സമ്മാനം നൽകുന്നതിനായിട്ട് ഞാൻ മായമേടത്തിനെയും അതുപോലെ സുരേഷിനെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മനോഹരമായ വേറൊരു എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും സന്ധിക്കും വരേക്കും. ദിസ് ഈസ് കാതുകുത്താൻ കട്ടുറുമ്പ് പവർഡ് ബൈ പോപ്പി അംബ്രല്ല.